ഡോക്ടർ ബിന്നി, താങ്കൾ ക്യാപ്റ്റൻ ആണ് ഭയങ്കര ആഗ്രഹം. പക്ഷേ താൻ 3 പ്രാവശ്യം ക്യാപ്റ്റനായി. ഇനി ഡോക്ടർ ബിന്നി ഞാൻ 3 ടാസ്കിൽ കണ്ട് മടുത്തു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ കേൾക്കുന്ന കാണുന്ന സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യൂവേഴ്സിനും, നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നിരുന്നു. സത്യം പറയാലോ, ഞാൻ ഇന്നലെ രാത്രി ലൈവ് കണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്നലെ പറ്റിയില്ല, ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ കണ്ട് ഉറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞ് രാവിലെ നീറ്റ് നമ്മൾ ഓണപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ ബിസിയായി. നിങ്ങളും അതിൽ തന്നെ തിരക്കിലായിരിക്കുന്നു. പക്ഷേ രാവിലെ ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്താ വെച്ചാൽ, ഇപ്പോൾ ബിഗ് ബോസ് ഓണത്തിൻ്റെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാവരും ഒരു ഏത് മൂഡ്, ഓണം മൂഡ് എന്നുള്ള കണ്ടീഷനിൽ ഒരു ഓണം മൂഡായിട്ട് പോവുക എന്നുള്ള കണ്ടീഷനിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ പ്രത്യേകതയാണ്, ഇപ്രാവശ്യം അവർ അടിക്ക് യാതൊരു പഞ്ഞവും വരുത്തിയില്ല. ഓണം അവർക്ക് ഇനി ഓണം വന്നാലും എന്ത് കുന്തം വന്നു കഴിഞ്ഞാലും ഒന്നും അവർക്ക് വിഷയമല്ല. കാരണം വെച്ചാൽ അവർ അടിപിടിയും പരിപാടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും രാവിലെ 2 കാര്യം പറയാനുള്ളത്, 3 കാര്യം. ഒന്ന്, പൂക്കളം, അതിനിടയിൽ നടന്നിട്ടുള്ള അടി. രണ്ടാമത്തെ വിഷയം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്. പിന്നെ അതിന് ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളൊരു വോയിസ് കണ്ടോ, ഈ ചെക്കന് എന്താ വേണ്ടതെന്ന് ആലോചിച്ചു നോക്കി. ഈ ആര്യൻ്റെ ഒരു കഥ, ഇത്രയും സ്ഥലകാലബോധവും പക്വതയും ഇല്ലാത്ത ഒരുത്തൻ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കൊന്ന് ചെറിയ ചെക്കന്മാരെ കണ്ടിരുന്നല്ലാണ്ട് ഈ 10-24 വയസ്സായ മുതുക്കന് ഇത്ര പോലും കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യനായല്ലോ. 24 മണിക്കൂറും ഹ്യൂമാനിറ്റിയും പറഞ്ഞ് നടക്കുന്നവനവൻ. സത്യം ഡോക്ടർ ബിന്നി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് അവരുടെ ക്യാരക്ടറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസിൽ ഏത് വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഏത് ടോപ്പിക് എടുക്കുന്ന സമയത്തും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, കുറച്ചൊക്കെ മനുഷ്യത്തുള്ള ആൾക്കാർ ഒരാളുടെ കുറവുകളെ, എന്താ പറയുക, കഴിവില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ കുറവുകളെ, വൈകല്യങ്ങളെ പുച്ഛിക്കരുത്, കളിയാക്കരുത്, മിമിക് ചെയ്യരുത്, ഒരു കോമഡി ആക്കരുത്. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈവൻ ബിന്നിക്ക് ഓൾറെഡി ടങ് ടൈ എന്നിട്ടൊരു ഒരു പ്രശ്നമാണല്ലോ സംസാരത്തിൽ. ബിന്നിയുടെ സംസാരത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ പറയുന്നതോ കാര്യങ്ങളോ ഗെയിമിന് വേണ്ടിയിട്ടോ എന്തോ ആയിക്കോട്ടെ ക്യാരക്ടർ. പക്ഷെ ഒരാളുടെ ഫിസിക്കലി ഒരാളുടെ വൈകല്യത്തിനെ കളിയാക്കി പറയുക എന്ന് ചെയ്യുന്നിടത്തോളം അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം വേറില്ല. ഇത്രയും അധപ്പതിച്ച ഒരു ചെക്കൻ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ബിഗ് ബോസ് പോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡോക്ടർ ബിന്നിക്ക് ഇന്നവിടെ ക്യാപ്റ്റൻസി മത്സരം നടന്നു. ക്യാപ്റ്റൻസി ഇത് കഴിഞ്ഞതിന് ശേഷം ഒനീൽ, ജിസേൽ 7 വോട്ടും പിന്നെ 12 വോട്ടുകളോടെ അഭിലാഷ്, ഈ 3 പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത്. ഈ 3 പേരാണുള്ളത്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ആര്യൻ അവിടെ ബിന്നിയെ കളിയാക്കുന്നൊരു വോയിസാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. എനിക്ക് കണ്ടതിന് എനിക്ക് ചെക്കൻ്റെ വർത്താനം, അവൻ്റെ ആക്ഷനും, അവൻ്റെ കോപ്രായങ്ങൾ കണ്ടാൽ തന്നെ ദേഷ്യം പിടിക്കും. ഇവൻ്റെ ഫാൻസ് കണ്ടാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം പിടിക്കാതിരിക്കാം, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ഒരു ജാതി കോമാളിത്തരൊക്കെയാണ്, സഹിക്കാൻ കഴിയില്ല. എന്താ ഇങ്ങനെ അറിയില്ല. കേട്ടോളുണ്ട് ബിന്നീനെ പറയുന്നത്. ഡോക്ടർ ബിന്നി, താങ്കൾ ക്യാപ്റ്റൻ ആണ് ഭയങ്കര ആഗ്രഹം. പക്ഷേ താൻ 3 പ്രാവശ്യം ക്യാപ്റ്റനായി. ഇനി ഡോക്ടർ ബിന്നി ഞാൻ 3 ടാസ്കിൽ കണ്ട് മടുത്തു. ഇനി ഡോക്ടർ ബിന്നിനെ ആരും ക്യാപ്റ്റൻ വരെ വോട്ട് ചെയ്യുന്നത്. ഞാൻ പലതും പറയും ഗൈസ്. ഇല്ല, ഡോക്ടർ ബിന്നി 3 പ്രാവശ്യം ഞാൻ ക്യാപ്റ്റൻസി വോട്ട് ചെയ്തു. 3 പ്രാവശ്യം ടാസ്കിൽ തോറ്റു. ഒരു വീക്ക് ഗ്യാപ്പിട്ട് എന്നെ വോട്ട് ചെയ്യണം എല്ലാവരും. ഐ എം ഡിസേർവിംഗ്. എല്ലാവർക്കും അറിയാം. ഡോക്ടർ ബിന്നി 3 പ്രാവശ്യം തോറ്റു ടാസ്കിൽ. പക്ഷേ എനിക്ക് വേണ്ടി ആരും വോട്ട് ചെയ്തില്ലല്ലോ. അത് അന്ന് കൊത്താൻ വേണ്ടി, പക്ഷെ ഞാൻ കൊത്തിയില്ല. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഫേമസ്. ഈ വോയിസേ ഞാൻ കേൾപ്പിച്ചു തന്നിട്ടുള്ളൂ. ഇതിൻ്റെ സീൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് റെനയുടെ ശബ്ദം, അല്ലേ, റെന ഫാത്തിമ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ റെനേനെ. അത് ചില കാര്യങ്ങൾ കൊണ്ടുമൊക്കെ ഇവനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റെന ഫാർ ബെറ്ററാണ്. ഞാൻ റെനേനെ ഇതിൻ്റെ ഒപ്പം കമ്പയർ ചെയ്തിട്ട് കൊളാക്കുക തോന്നുന്നുണ്ട്. കാരണം ഇത്ര അധികം കോപ്രായം കാണിച്ചിട്ട് ഇങ്ങനെ അധികം ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്ന, കോമൺ സെൻസ് ഇല്ലാത്ത 23 വയസ്സുള്ളൊരു 24 വയസ്സുള്ളൊരു മുതുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പറയാതിരിക്കാൻ വയ്യ. എങ്ങനെ ഞാൻ പറയാതിരിക്കും? നിങ്ങൾ തന്നെ അഭിപ്രായം പറയും. ഇങ്ങനെ അത് ഓക്കെ, അവർക്ക് ടങ് ടൈയാണ്, ഇതൊക്കെ ആർക്കും സംഭവിക്കാം.
ശാരീരിക വൈകല്യങ്ങൾ ഏതൊരു വ്യക്തിക്കും സംഭവിക്കാം. ഇനി ഇവൻ എന്തെങ്കിലും പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ആ ഭാഗം മാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന PR ടീംസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, PR യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ആ ഗണത്തിൽപ്പെടുത്തണ്ട. ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, കാരണം ഞാൻ എല്ലാവരും എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരുപാട് കമൻറ്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ പല കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് എന്നെ അറിഞ്ഞ് മനസ്സിലാക്കി കമൻറ്റ് ഇട്ടൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ ആരും ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാളെ തിരിച്ചടിക്കും. പക്ഷെ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധനം പോലും തരുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ വെറുപ്പിക്കുക. അവൻ്റെ ആക്ഷൻ കാണണം. നിങ്ങൾ ലൈവ് വൈകുന്നേരം കാണിക്കുമോ എന്നുള്ളത് അറിയില്ല. വൈകുന്നേരം ബിഗ് ബോസ് ഇത് കാണിക്കണം, അവനെ എക്സ്പോസ് ചെയ്യണം. ഒരാളുടെ അസുഖത്തിനൊക്കെ ഡോക്ടർ ബിന്നി ചിലപ്പോൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം കൊണ്ടോ ഗെയിം കൊണ്ടോ ക്യാരക്ടർ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ഇഷ്ടമില്ലാതിരിക്കാം. പക്ഷേ ഒരിക്കലും അതിൻ്റെ ആ ഒരൊറ്റതിൻ്റെ ബേസിസിൽ അവരുടെ ശാരീരിക വൈകല്യങ്ങളെ ആരാണെങ്കിലും കളിയാക്കുന്ന ഒരു ഇത് പാടില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.